భయ్యా సూపర్ భయ్యా സൂപ്പർ ഉണ്ട് കൽക്കി ഈസ് വെരി വെരി അസ്ല കിട്ടില്ല പടം എല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു പടമാണ്. ഇംഗ്ലീഷ് മൂവീസിന്റെ ലെവലിൽ ഇന്ത്യൻ മൂവി എത്തി എന്നുള്ളവരാണ്. പറയാതിരിക്കാൻ വയ്യ, ഉള്ള കാര്യം പറയാല്ല, ചുമ്മാ ചപ്പ് ചവറുള്ള വാരി ഇട്ട എങ്ങനെ ഇതില്. പ്രഭാസാണ് ഇച്ചിരി പോരാൻ പറ്റുള്ള സ്ക്രിപ്റ്റ് കൊള്ളാം, VFX കൊള്ളാം. പിന്നെ മഹാഭാരതത്തിന്റെ ബാക്കി കണക്ഷനാണ്. ജാക്ക്പോട്ട് കിട്ടിയ ഒരു അവസ്ഥയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞു. ടിവിയിൽ കണ്ടാലോ അല്ലെങ്കിൽ OTT കണ്ടാലോ അത് ആരും കിട്ടത്തില്ല. പ്രഭാസും അമിതാഭ് ബച്ചനും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ മൂവി. കയ്യടി മുഴുവനും പോകേണ്ടത് ഇതിന്റെ സംവിധായകനും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കുമാണ്. ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗ് ആയിരുന്നു, പിന്നെ സെക്കൻഡ് ലാഗ് ഹാഫ് കൊള്ളായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി കൊള്ളാം, നല്ല പടമായിരുന്നു. കമലഹാസൻ ഭയങ്കര കിടലായിരുന്നു. കൊള്ളായിരുന്നു, നല്ല വേൾഡ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. भैया सुपर भैया ब्लॉकबस्टर बहुत गीता प्रभास इज ए गॉड सुपरस्टार. ദുൽഖർ സൽമാൻ ഉണ്ട്, പക്ഷേ ചെറിയൊരു ഗ്ലിംസേ ഉള്ളൂ. సూపర్ అండి కల్కి ఈస్ వెరీ వెరీ అసలు అల్టిమేట్గా సూపర్గా ఉంది. ఎవ్రీ రోల్, అమితాబ్ బచ్చన్ రోలే కానీ లేకపోతే ప్రభాస్ కానీ దీపిక కానీ ఈవెన్ శోభన, ఎవ్రీ రోల్ వాళ్ళకి బాగా న్యాయకత్వం చేశారు. సూపర్ అల్టిమేట్, అస్సలు రాబుద్దవల ఇంకా మనకి ఇంకా టైం ఉంటే బాగుండేది అనిపించింది. ప్రభాస్ మాత్రం అల్టిమేట్ సూపర్గా ఉంది, జోవియల్గా ఉన్నాడు, ప్లస్ అట్ ద సేమ్ టైం అన్నీ చూపించారు. ഈ 700 കോടി ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ മലയാളത്തിൽ നമുക്കൊരു 100 സിനിമ അടിപൊളിയായിട്ട് എടുക്കാമായിരുന്നു. പറയാതിരിക്കാൻ വയ്യ, ഉള്ള കാര്യം പറയാല്ല, ചുമ്മാ ചപ്പ് ചവറുള്ള വാരി ഇട്ട എങ്ങനെ ഇതിൽ. മലയാള സിനിമയാണെങ്കിൽ ഇത് എന്ത് അടിപൊളിയായിട്ട് നമുക്ക് എടുക്കണം. വിഷ്വലി ട്രീറ്റിംഗ് നല്ലൊരു പടമായിരുന്നു. ട്രെയിലർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ നേരിട്ട് വന്ന് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ലെവല് പടം, ഒരു രക്ഷയില്ല. അടുത്ത സെക്കൻഡ് പാർട്ടിന് വേണ്ടി കട്ടായി. സൂപ്പർ മൂവി, സൂപ്പറായിട്ട് എടുത്തിരിക്കണം, നല്ല രീതിയിൽ എടുത്തിരിക്കണം പടം. പ്രഭാസാണ് ഇച്ചിരി പോരാൻ പറ്റുള്ള സ്ക്രിപ്റ്റ് കൊള്ളാം, VFX കൊള്ളാം. പ്രഭാസ് കുറച്ച് നല്ലതായി ആപ്റ്റായിട്ട് തോന്നിയില്ല. വേറെ വല്ലവരും ആക്കാരെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ബാക്കിയെല്ലാം പൊളി, VFX എല്ലാം നല്ല കിടലായിട്ട് ചെയ്തിരിക്കും. സൂപ്പർ മൂവി. ഒരുപാട് ഹോളിവുഡ് ടൈപ്പ് വിഷ്വൽസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വെച്ചൊരു കുഴപ്പമില്ല സിനിമ കാണുള്ളതെന്നാണ് വിചാരിച്ചു, പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും പടം വേറെ ലെവലായി. കിട്ടില്ല പടം എല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു പടമാണ്. ആൻഡ് അമിതാഭ് ബച്ചൻ വാസ് സോ ഗുഡ് ഇൻ ദിസ് മൂവി. എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ടിവിയിൽ കണ്ടാലോ അല്ലെങ്കിൽ OTT കണ്ടാലോ അത് ആരും കിട്ടത്തില്ല. അതിനുള്ള ഇതുണ്ട്, VFX എല്ലാം നല്ലതായിരുന്നു. ഒരു ബോംബ് പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്, പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം ഇറുക്കുന്ന ഒരു തോന്നൽ വന്നു. പക്ഷേ ഇടയ്ക്കെപ്പോഴോ ഒരു കരിപുരണ്ട ജീവിതങ്ങൾ KGF SLR പോലെ ഒരു മോഡിലേക്ക് പോകുന്ന പോലെ തോന്നി. പക്ഷേ അതെല്ലാം ഞെട്ടിച്ച് കളഞ്ഞുകൊണ്ട് വേറെ ലെവലിലേക്ക് പോയി. ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മഹാഭാരതത്തിൻ്റെ കുറച്ചൊരു കാര്യങ്ങളിലാണ് തുടങ്ങുന്നത്. പിന്നെ ഒരു മോഡേൺ ഏജ്, ന്യൂ ഏജ് ആ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് എങ്ങനെ പോകും, ഇതും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലൂടെ ഒരു മഹാഭാരതത്തിൻ്റെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എന്താ പറയുക, നമുക്കൊരു എന്താ പറയുക, നമ്മളിപ്പോൾ ജാക്ക്പോട്ട് കിട്ടിയ ഒരു അവസ്ഥയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ. ഇത്രയും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇന്ത്യൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹോളിവുഡ് ലെവൽ ടച്ച് ഉള്ള, അതായത് ഒരു ഇൻ്റർനാഷണലി നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു പടമാണ്. സൂപ്പർ മേക്കിംഗ് കിഡിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മഹാഭാരതത്തിൻ്റെ ബാക്കി കണക്ഷനാണ്, പിന്നെ കുറേ എസ്റ്റേറ്റഡ് ക്യാമിയോസ് ഒക്കെ ഉണ്ട്. മലയാളം ഡബ്ബാ കണ്ടത്, ഡബ്ബിങ് ഓക്കെയാണ്, കൊള്ളാം. പക്ഷേ ശരിക്കും അതിൻ്റെ ഇഫക്റ്റ് വരണമെങ്കിൽ ഒറിജിനൽ അത് മേക്ക് ചെയ്ത ആ ലാംഗ്വേജിൽ തന്നെ കാണണം. പിന്നെ പ്രഭാസും അമിതാഭ് ബച്ചനും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫാൻറ്റസി ഫിക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കിടിലം പടം. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ഡൗൺ ആണ്, പക്ഷേ സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സോടെ എല്ലാം കിടിലം പടം. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പാസ്റ്റ് കാണിക്കുന്നത്, അതായത് പണ്ടത്തെ ആ കഥയുടെ ബാക്കി ഫ്യൂച്ചറിൽ നടന്നാൽ എങ്ങനെ, അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മസ്റ്റ് വാച്ച്, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് സൂപ്പറാണ്, കിടിലം പടം. എനിക്ക് ബാഹുബലിക്ക് ശേഷം പ്രഭാസിൻ്റെ അടുത്ത അടിപൊളി പടമായിട്ട് തോന്നിയായിരുന്നു. സലാറൊക്കെ കണ്ടെങ്കിലും എനിക്കിതാ കൂടുതൽ ഇഷ്ടമായത്. വിഷ്വൽ ട്രീറ്റ് നല്ല രസമുണ്ട്. ആദ്യത്തെ ഒരു പോർഷൻ കുറച്ച് ലാഗ് ഫീൽ ചെയ്തു, സെക്കൻഡ് പോർഷൻ കയറി വന്നിട്ടുണ്ട്, കൊള്ളാം. മൂവി ഓവറോൾ നല്ലതാണ്. എന്തായാലും നമുക്ക് തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്. പ്രഭാസിൻ്റെ നല്ലൊരു തിരിച്ചുവരവാണ്. നമ്മൾ ഫസ്റ്റ് ഹാഫ് കുറച്ച് ആവറേജ് ആയിരുന്നു, അപ്പോൾ നമ്മൾ വിചാരിക്കും ആദി പുരുഷോ സാഹോ ഒക്കെ പോലെ ഒരു ചെറിയ ബോംബാണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫ് നല്ലോണം ഒരു പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. കയ്യടി മുഴുവനും പോകേണ്ടത് ഇതിൻ്റെ സംവിധായകനും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കുമാണ്. ഇതിനെ ഓൺ സ്ക്രീനിൽ ശരിയാണ്, നമ്മുടെ ലെജൻസിനെയൊക്കെ നമുക്ക് എല്ലാവരും കാണാൻ പറ്റി, പക്ഷേ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കാണ് 100%
ഇതിൻ്റെ കൈയെടുപ്പ് വേണ്ടത്. നാഗ് അശ്വിൻ അത്യാവശ്യം തെറ്റില്ലാത്ത ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. കാരണം അതിലെല്ലാ സെൻറ്റിമെൻറ്റ്സ് ആയാലും ആ ഒരു ഫ്ലോ നമ്മൾ പിടിച്ചെടുത്താളുണ്ട്. കാരണം ലാഗ് അടിച്ച് ഇരിക്കുന്നില്ല സെക്കൻഡ് ഹാഫിലൊന്നും. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് അടിക്കും, നമുക്ക് ബോറൊക്കെ തോന്നും. പക്ഷേ സെക്കൻഡ് ഹാഫ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അടിപൊളി ക്ലൈമാക്സ് ആണ്. കമൽഹാസൻ്റെ നല്ല റോളുണ്ട്. കമൽഹാസൻ്റെ ഇത് വെച്ചാണ് എൻഡ് ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു വലിയ പഞ്ച്, ഒരു വലിയ ഇതായിട്ടാണ് നിർത്തി പോകുന്നത്. ക്ലൈമാക്സ് നല്ലതാണ്, ഡബിൾ ക്ലൈമാക്സ് കാണിച്ചിട്ടുണ്ട്. ഓവറോൾ നല്ല മൂവിയാണ്. എന്തായാലും തിയേറ്ററിൽ ഒന്ന് കാണാം. 3D എഫക്ട്സ് നന്നായിട്ടുണ്ട്. ഗ്രാഫിക്സ് ആണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഗ്രാഫിക്സ് ഇംഗ്ലീഷ് മൂവീസിൻ്റെ ലെവലിൽ ഇന്ത്യൻ മൂവി എത്തി എന്നുള്ളവരാണ്. ഭയങ്കര സൂപ്പർ ഗ്രാഫിക്സ്. ആ ഗ്രാഫിക്സ് ഒരു രക്ഷയില്ല. അതിന് ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. സൗണ്ട് എഫക്ട്സിന് ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. എന്തായാലും തിയേറ്ററിൽ മസ്റ്റ് കാണാം.